ഏറ്റവും ആദരണീയനായ നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ യുവാനിയസ്യൂസ് തിരുമേനി, ഇവിടെ സന്നിഹിതനായിരിക്കുന്ന അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, ഫാദർ ഡോക്ടർ ജോൺ തോമസ്, ഫാദർ എൽദോസ് ഏലിയാസ്, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, ഈ പ്രദേശത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രസക്തരായ വ്യക്തിത്വങ്ങൾ, ശ്രീ മധു ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സദസ്സിൽ സന്നിഹിതരാണ്. എല്ലാവർക്കും എൻ്റെ സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു. അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ ഈ മഹത്തായ കാര്യത്തിനായിട്ട് എന്നെ ക്ഷണിച്ച സമയത്ത് അത് വലിയൊരു അനുഗ്രഹം പോലെയാണ് ഞാൻ കണ്ടത്. നേരത്തെ തിരുമേനി പറഞ്ഞതുപോലെ, സ്വാഗത പ്രസംഗകൻ സൂചിപ്പിച്ചതുപോലെ, ഒരുപാട് തവണ ഈ മഹാസന്നിധിയിൽ, ഈ ദൈവത്തിൻ്റെ തിരുമുറ്റത്ത് എത്തിച്ചേരുവാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഈ എളിയവനായ ഞാൻ. ആദ്യമായി ഞാൻ ഇവിടെ വരുന്നത് മലങ്കരയുടെ സൂര്യതേജസ്സായിരുന്ന ബെസലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാത്തോലിക്ക ബാവ തിരുമേനിയുടെ കൂടെയാണ്. അതുതന്നെ വലിയ അനുഗ്രഹമായി ഞാൻ കാണുന്നു. ആ മഹാനുഭാവനോടൊപ്പം പങ്കിട്ട ജീവിതത്തെക്കുറിച്ച്, ആ കാലഘട്ടത്തെക്കുറിച്ച് എപ്പോഴും ഞാൻ ആലോചിക്കുന്നു. എല്ലായിടത്തും സഭയുടെ പരിപാടികളിൽ ഒരുപാട് സംസാരിക്കുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ ഞാൻ ആദ്യമായി സ്മരിക്കുന്ന ഒരാളും രൂപവും ഏറ്റവും ബഹുമാന്യനായ മാത്യൂസ് ദ്വിതീയൻ തിരുമേനിയാണ്. പിന്നീട് ഞാൻ രണ്ടാമതായി വരുന്നത് നമ്മുടെ പ്രമുഖനായ IAS ഉദ്യോഗസ്ഥനായിരുന്ന ശ്രീ ജിജി തോംസൺ, അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിനാണ്. പിന്നീട് മലങ്കര സഭയുടെ സന്യസ്ത സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുവാൻ അവസരമുണ്ടായി. പിന്നീട് ഈ വേദിയിൽ വെച്ച് തന്നെ ഒരു ഗ്രിഗോറിയൻ പ്രഭാഷണം നടത്തുവാൻ എനിക്ക് അവസരമുണ്ടായി കാലങ്ങൾക്ക് മുമ്പ്. പിന്നീട് ഒരുപാട് പരിപാടികൾ, എത്രയാണ് എന്ന് എനിക്ക് ഓർമ്മിക്കുവാൻ പോലും കഴിയാത്ത നിലയിൽ ഈ ആത്മീയ ദേവാലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായി. അതെല്ലാം ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. നമ്മുടെയൊക്കെ ഈ എളിയമായ ജീവിതത്തിനിടയിൽ നമുക്കൊക്കെ വീണ് കിട്ടുന്ന നിധിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുക എന്നുള്ളത്. വളരെ ചൈതന്യവത്തായ ഒരു ഇടമാണ് ഇവിടം. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ ക്രിസ്തീയ സമുദായത്തിലുള്ളവർ മാത്രമല്ല, എല്ലാ ജാതി മതസ്ഥരായ ആളുകളും ഒരുപോലെ ആരാധനയ്ക്കായി, സൗഖ്യത്തിനായി, മുറിവുകൾ ഉണക്കുന്നതിനായി, വേദനകൾ ദൂരീകരിക്കുന്നതിനായി, സങ്കടങ്ങൾ പങ്കുവെക്കുന്നതിനായി സമർപ്പിത മനസ്കരായി ഇവിടെ എത്തിച്ചേരുന്നു. അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ എന്നോട് പറയുകയുണ്ടായി, എനിക്ക് എപ്പോഴും അറിയാവുന്ന കാര്യമാണ്, ഓരോ വർഷവും ഒരുപാട് ആളുകളാണ് കൂടുതലായി ഇവിടെ എത്തിച്ചേരും. ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ എത്രത്തോളം ആളുകൾ എത്തിച്ചേരുന്നുവെന്ന് പറയുമ്പോൾ, ഓരോ വർഷവും അത് നിബിഡമായി മാറുന്നുവെന്ന് പറയുമ്പോൾ, ആളുകൾക്ക് വലിയ അനുഗ്രഹവർഷം ഇവിടെ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ്. ഈ സന്നിധിയിൽ വന്നണയുമ്പോൾ, ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അഭൂതപൂർവമായ ദൈവസാന്നിധ്യം അനുഗ്രഹമായി ഇവിടെ എല്ലാവർക്കും ഉണ്ടാവും. അതാണ് ഈ സന്നിധിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടം ദൈവത്തിൻ്റെ ഇരിപ്പിടമാണ്. ഇവിടെ നിന്ന് ഉയരുന്ന
ദൈവീകമായ സന്ദേശങ്ങൾ, അതിൻ്റെ പ്രകാശം, അത് മാനവരാശിയുടെ ഏറ്റവും ആത്യന്തികമായ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. നമ്മളൊക്കെ ഒരു സ്ഥലത്ത് നമ്മളായി പോകുന്നതല്ല, ആരോ നമ്മളെയൊക്കെ അവിടേക്ക് കൊണ്ടുപോകുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞാനിവിടെ എത്തുവാനുണ്ടായ സാഹചര്യം ഒരുപക്ഷെ എൻ്റെ സന്യാസ ജീവിതത്തെ സ്വാധീനിക്കുവാൻ, അതിൽ കൂടുതലായി ഊന്നൽ നൽകുവാൻ, അതിൽ സേവനത്തിനും പ്രാർത്ഥനയ്ക്കും മറ്റുള്ളവരോടുള്ള കരുണയ്ക്കും ദയയ്ക്കുമൊക്കെ പ്രാമുഖ്യം നൽകുവാൻ എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരിൽ ഒരാളായിരുന്നു ബെസലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ, കാത്തോലിക്ക ബാബ തിരുമേനി. അദ്ദേഹം ശാന്തിഗിരി ആശ്രമത്തിൽ വന്ന് താമസിക്കുകയും നമ്മുടെ ശുശ്രൂഷകൾ ഒക്കെ അത് ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ദിവസങ്ങളോളം അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാനന്ന് എൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ തുടക്കത്തിലായിരുന്നു. അത് പിന്നീടുള്ള കാലഘട്ടത്തിൽ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം സന്യാസത്തിൻ്റെ ആ ഒരു പവിത്രതയെ, സന്യാസമെന്ന് പറയുന്നത് വലിയ തപസ്സാണ്. ശരീരത്തെ തപിപ്പിക്കുക എന്നുള്ളതാണ്, ശരീരത്തെ ചൂടാക്കുക എന്നുള്ളതാണ്. ആ ജ്വലനത്തിൽ നിന്നാണ് പിന്നീട് വെളിച്ചമുണ്ടാകുന്നത്. മഹാനായ യേശുക്രിസ്തു സന്യാസത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ പേരാണ്. ആ സന്യാസത്തിൻ്റെ വിവിധ തലങ്ങൾ ലോകത്തിൽ അനുഗ്രഹമായി മാറി. ലോകത്തെ നന്മയിലേക്ക് നയിക്കുവാൻ വന്ന ഗുരുപരമ്പരകൾ, അത് ഭാരതീയമായ കാഴ്ചപ്പാടിൽ പറയുമ്പോൾ, സനാതനമായി പറയുമ്പോൾ, നമ്മുടെ രാജ്യത്തെ പരിപോഷിപ്പിക്കുന്ന ആത്മീയ കുസുമങ്ങൾ എല്ലാ മതങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭാരതീയമായ സംസ്കാരം എന്ന് പറയുന്നത് ഒരു മതത്തിനും മാത്രം അവകാശപ്പെടുവാൻ സാധിക്കുന്നൊരു കാര്യമല്ല. ഇവിടെയുള്ള സന്യാസി പുങ്കവന്മാരോടൊപ്പം, മനീഷികളോടൊപ്പം തന്നെ വിവിധങ്ങളായ മതങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന ആളുകൾ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഭയാണ് ഈ പൗരസ്ത്യ സഭ. ഇതിൽ ആത്മീയ ജീവിതം നയിച്ച ആളുകളെല്ലാം തന്നെ നമ്മുടെ ഈ ഭാരതീയമായ സനാതനമായ ഈ ധർമ്മത്തെ, മൂല്യത്തെ പരിപോഷിപ്പിക്കുന്നതിനായി പ്രവർത്തിച്ച ആളുകളാണ്. നമ്മളൊക്കെ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് പ്രാർത്ഥന എന്ന് പറയുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു എന്ന് വിചാരിക്കാറുണ്ട്. പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ടോ? പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഏറ്റവും വലിയ അർത്ഥനയാണ്. ദൈവത്തോടുള്ള നമ്മുടെ ആവശ്യപ്പെടലാണ്. ദൈവവും നമ്മളും ഒരുമിച്ച് ചേരുന്ന ഏറ്റവും ഉദാത്തമായ ഒരു ഇടമാണ്. പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ മാതൃകയായി നമുക്ക് കണക്കാക്കുവാൻ സാധിക്കുന്നത്, പ്രാർത്ഥനയ്ക്കായി നമ്മളിവിടെ ആരെ തേടിയാണോ എത്തിയത്, ആ മഹാനുഭാവന്റെ പേരിൽ തന്നെയാണ്. അങ്ങനെയാണ് ഉത്കൃഷ്ടമായ പ്രാർത്ഥനയുടെ അനന്തമായ വശങ്ങളെ നമ്മളുടെ മനസ്സിൻ്റെ അഗാധതകളിലേക്ക് എപ്പോഴും ഇങ്ങനെ സംക്രമിപ്പിക്കുന്ന പരിശുദ്ധനായ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ കർമ്മജീവിതം നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നു. അഭിവന്ദ്യനായ പരിമല തിരുമേനി പ്രാർത്ഥനയെക്കുറിച്ച് നമ്മളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ശൈശവത്തിലെ ഉത്സാഹവും യൗവനത്തിലെ ആശ്രയവും വാർദ്ധക്യത്തിലെ സമാധാനവുമാകുന്ന പ്രാർത്ഥന. പ്രാർത്ഥനയെ എത്ര അടിസ്ഥാനപരമായി അപഗ്രഥിച്ച മറ്റൊരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല. എന്നാലോചിച്ച് നോക്കൂ. ശൈശവത്തിലെ ഉത്സാഹമാണ് പ്രാർത്ഥന, യൗവനത്തിലെ ആശ്രയമാണ് പ്രാർത്ഥന, വാർദ്ധക്യത്തിലെ സമാധാനമാണ് പ്രാർത്ഥന. ദൈവത്തെ ആശ്രയിക്കുന്ന സമയത്ത് കർത്താവ്
നമ്മളെ എങ്ങനെയാണ് പരീക്ഷിക്കുന്നത് എന്ന് തിരുമേനി നമ്മളെ എല്ലാവരെയും പഠിപ്പിക്കുകയുണ്ടായി. നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കുക. നിങ്ങളുടെ പാപങ്ങൾ കാരണമാണ് ദൈവം അകന്നു നിൽക്കുന്നത്. അതറിഞ്ഞ് അവനോട് ചേർന്ന് നിൽക്കുക. അവൻ നമ്മളോട് കരുണ കാണിക്കും. തിരുമേനിയുടെ വ്യക്തിജീവിതത്തെക്കുറിച്ച് അഗാധമായി നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ വിനയവും സ്നേഹവും ക്ഷമയും സഹിഷ്ണുതയും മറ്റുള്ളവരോടുള്ള നൈരന്തര്യത്തിലുള്ള ഇടപെടലും അത് ഏറ്റവും ഗുണവിശേഷമായി ആ മഹാമനീഷിയിൽ ഇങ്ങനെ തിളങ്ങി വിളങ്ങി നിന്നിരുന്നു. പ്രകാശത്തിൻ്റെ പ്രതിരൂപമായതെന്ത്? അതാണ് പ്രവാചകനെന്ന് പറയുന്നത്. പ്രകാശത്തെ തൻ്റെ ആത്മാവിൻ്റെ അഗാധതകളിലേക്ക് ഉൾവഹിക്കുന്നതാരോ അത് ഗുരുവായി മാറുന്നു. ഇവിടെ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും സഹിഷ്ണുതയുടെയും അനുകമ്പയുടെയും ദയയുടെയും ഒക്കെ കാവലാളായി മാറിയ നീതിമാന്മാരുടെ വചനങ്ങൾ സ്വന്തം ജീവിതം കൊണ്ട് പ്രാവർത്തികമാക്കിയ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ നിരന്തരമായി ഓർമ്മിക്കുകയാണ്. ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ദൈവമേ നീ വലിയവനെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞതുകൊണ്ടല്ല ദൈവം വലിയവനായി മാറുന്നു. നമ്മളങ്ങനെ പറയുമ്പോൾ നമ്മുടെ പാപങ്ങൾ ഇങ്ങനെ കഴുകിക്കളയപ്പെടുകയാണ്. ഇവിടെ തിരുമേനിയെക്കുറിച്ച് പറയുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ ചെങ്ങന്നൂർ ടൗണിൽ നിന്നും ഇവിടേക്ക് വരുന്ന സമയത്ത് നിരനിരയായി അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്ന വാഹനങ്ങൾ വെയിലേറ്റ് തളരാതെ ഈ പ്രാർത്ഥനയ്ക്കായി തീർത്ഥാടനത്തിനായി വിശുദ്ധിയുടെ ഇടം തേടി വരുന്ന ആയിരങ്ങളായിട്ടുള്ള ആളുകൾ, അത് ഒരു ദിവസം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതല്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഓരോ ദിവസവും ഇതിൻ്റെ പ്രചാരം, ഇതിൻ്റെ പ്രശസ്തി അനുദിനമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുമേനിയുടെ ജീവിതം എല്ലാ തരത്തിലൂടെയും നന്മയുടെ വിളനിലമായിരുന്നു. ക്ഷമയാണ് ശക്തിയെന്നും അത് നീതിമാന്മാരുടെ സവിശേഷതയാണ് എന്നും അദ്ദേഹം നമ്മളെ ഉത്ബോധിപ്പിച്ചു. ചരിത്രത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ പ്രസന്നതയും അതിൻ്റെ പ്രാർത്ഥനയും അതൊക്കെ അനുഗ്രഹീതരായ വ്യക്തികളിലൂടെയാണ് ലോകത്തെപ്പോഴും സന്നിവേശിക്കപ്പെടുന്നത്. അത്തരത്തിൽ മലയാള മണ്ണിൻ്റെ പുണ്യസ്മരണകളിൽ എപ്പോഴും ജീവിക്കുന്ന മഹാത്മാവാണ് പരിശുദ്ധനായ പരിമല തിരുമേനി. ആത്മീയതയുടെ പുണ്യ സൗരഭ്യം അനിതര സാധാരണമായ നിലയിൽ അനവരതം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്കിങ്ങനെ പ്രസരിപ്പിച്ച മഹാഗുരു, അതുല്യനായ പ്രവാചകൻ. സാധാരണത്വത്തിൻ്റെ അഗാധതയിൽ അസാധാരണമായ ആത്മീയ ജീവിതം കാണിച്ചു തന്ന പരിശുദ്ധമായ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. ദൈവസ്നേഹത്തിൻ്റെയും നിർമ്മലമായ പ്രാർത്ഥനയുടെയും ജ്വലിക്കുന്ന ഉദാഹരണമായിരുന്നു തിരുമേനിയുടെ ജീവിതം. അധ്യക്ഷൻ അതിനെക്കുറിച്ച് ഏകദേശമായി ചുരുങ്ങിയ വാക്കുകളിൽ നമ്മളോട് പറയുകയുണ്ടായി. ആ മഹാമനീഷിയുടെ ജീവിതം ദൈവത്തോടുള്ള നിരന്തരമായ പ്രാർത്ഥനയായിരുന്നു. നമ്മളിവിടെ കടന്നു വരുന്ന സമയത്ത് ഈ കുടിലുപോലെയുള്ള ഈ വാസഗൃഹത്തിൽ നമ്മളിരുന്ന് ധ്യാനം ചെയ്യുന്ന സമയത്ത്, അർപ്പണം ചെയ്യുന്ന സമയത്ത്,
ജപങ്ങൾ നടത്തുന്ന സമയത്ത് ഒക്കെ നമ്മൾ പ്രാർത്ഥനയ്ക്ക് മാതൃകയാക്കേണ്ടുന്ന വ്യക്തി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അത് പരിമല തിരുമേനിയുടെ പരിശുദ്ധതയാണ്. ദൈവസ്നേഹത്തിൻ്റെയും നിർമ്മലമായ പ്രാർത്ഥനയുടെയും ജ്വലിക്കുന്ന ഉദാഹരണമായി നമ്മുടെ ഇടയിൽ ജീവിച്ച് ജനനം മുതൽ മരണം വരെ ആ പ്രാർത്ഥനയുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിച്ച് ദൈവ അനുഭൂതിയുടെയും സ്നേഹത്തിൻ്റെയും പ്രകാശം അദ്ദേഹം ലോകത്തിന് പകർന്നു നൽകി. ചെറുപ്പം മുതലേ ആ ഗുരുവിൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രാർത്ഥനയായിരുന്നു. ആ ദിനചര്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ദൈവ സങ്കല്പത്തിൽ ഊന്നിയുള്ള ആ അർത്ഥനയായിരുന്നു. അദ്ദേഹം വളർന്നത് ഒരു ഭക്തി നിർഭരമായ കുടുംബത്തിലാണ്. ദൈവവുമായുള്ള സംവേദനത്തെ പ്രധാനമായും ഉപകരണമായി ഉപയോഗിച്ചതും അദ്ദേഹത്തിൻ്റെ ധ്യാനമായിരുന്നു. നിശ്ചിത സമയം പ്രാർത്ഥനയ്ക്കായി മാറ്റിവെച്ച ഒരു ബാലൻ. സാധാരണ നമുക്കറിയാം, കുട്ടികളായ ആളുകൾ പ്രധാനമായും മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പ്രാർത്ഥനയ്ക്കായി ശ്രമിക്കുന്നത്. അഥവാ അങ്ങനെയാണ് എങ്കിലും അതൊക്കെ പ്രാർത്ഥനയിലെ പരിമിതികളായി പലപ്പോഴും മാറാറുണ്ട്. ഇവിടെ ആ മഹാമനീഷി തൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ബാലനായിരിക്കുന്ന സമയത്തും കൗമാര ജീവിതത്തിലും യൗവനത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്തും 52-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം 54-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇഹലോക വാസം വെടിഞ്ഞത് എന്ന് പറയുന്നു. ഈ യൗവനത്തിൻ്റെ ആ തീഷ്ണത തീരുന്ന ആ കാലഘട്ടത്തിൽ ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് അദ്ദേഹം പ്രാർത്ഥനയെ വലിയ പർവ്വതമായി നമ്മുടെ മുമ്പിൽ സൃഷ്ടിക്കുകയുണ്ടായി. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് എപ്പോഴും നമ്മുടെ സ്വകാര്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ ഇടങ്ങളിലും അങ്ങനെയാണ്. ദേവാലയങ്ങളിലും പള്ളികളിലും അമ്പലങ്ങളിലുമെല്ലാം ആളുകൾ ചെന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നത് അവരുടെ സ്വകാര്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ബാലനായിരിക്കുന്ന സമയത്ത് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് അതാണല്ലോ ഒരു സന്യാസിയുടെ ഏറ്റവും വലിയ ധർമ്മമെന്ന് പറയുന്നത്. അത് പരിമല തിരുമേനി ഏറ്റവും ഉത്കടമായ നിലയിൽ ആ കാര്യത്തെ ജീവിതത്തിൽ സൂക്ഷിച്ചു എന്ന് പറയുന്നത് പറയേണ്ടത് നമ്മൾ എടുത്ത് ഇവിടെ സൂചിപ്പിക്കേണ്ടുന്ന കാര്യമാണ്. നമുക്കറിയാം, ദൈവമെന്ന് പറയുന്നത് എല്ലാം അറിയുന്നവനും ഈ ജഗത്തിൻ്റെ സാക്ഷാത്കാരവുമാണ്. എന്നിരുന്നാലും ദൈവത്തെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക, അതിലൂടെ നമുക്കെല്ലാവർക്കും ലഭിക്കുന്ന മനസ്സുഖം, ആശ്വാസം, അതൊക്കെ നൽകുന്ന ശുഭാപ്തി വിശ്വാസമെന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കുവാൻ ഒരാളുണ്ട്. ദൈവത്തിനും നമുക്കുമിടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. മധ്യസ്ഥൻ എന്ന് പറയുന്ന വാക്ക് യഥാർത്ഥത്തിൽ അതാണ്. നമുക്കും ദൈവത്തിനുമിടയിൽ നമ്മളെയും ദൈവത്തെയും കൂടി ബന്ധപ്പെടുത്തുന്ന അദൃശ്യനായ ഒരു ശക്തി, ഒരു കണ്ണി. നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കുവാൻ പര്യാപ്തമായുള്ള കരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതിനെ കരുണയുടെ കരങ്ങളെന്ന് നമുക്ക് വിശേഷിപ്പിക്കുവാൻ സാധിക്കുക. ദൈവമെന്ന് പറയുന്നത് നമുക്കറിയാം, അത് എല്ലാവർക്കും ഓരോ തരത്തിലാണ്. അത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, കാലം മാറുന്ന സമയത്ത് കാലത്തിൻ്റെ പോക്കിനനുസരിച്ച് ആധുനികതയും അത്യന്താധുനികതയുമൊക്കെ നമ്മുടെ ഇടയിലേക്ക് വരുമ്പോൾ മനുഷ്യൻ കുടുംബങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും ഈ ഇമോഷൻസിൽ നിന്നുമൊക്കെ ഒരുപാട് മാറിപ്പോകുന്ന കാലഘട്ടം. വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സംശുദ്ധതയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുവാൻ
നമ്മുടെ മുമ്പിൽ ചില കാവലാളുകൾ ആവശ്യമാണ്. പരുമല തിരുമേനിയുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും നോക്കുന്ന സമയത്ത് മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നമ്മളെ എല്ലാവരെയും അദ്ദേഹം പഠിപ്പിച്ചു. ഒരു കുഞ്ഞിന് കുട്ടിക്കാലത്ത് തന്നെ അമ്മയെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അനാഥത്വത്തിന്റെ ആ വേദനയുടെ മുറിയുന്ന ആ തീച്ചൂളയിൽ നിന്ന് ബാല്യത്തെ കരിപിടിപ്പിക്കുന്ന സമയത്ത് ആ വിരഹത്തിൽ നിന്ന്, ആ ദുഃഖത്തിന്റെ അത്യഗാധമായ കയങ്ങളിൽ നിന്നുകൊണ്ട് ജീവിതത്തെ നോക്കിക്കാണുക എന്ന് പറയുന്നത് ഒരിക്കലും സാധാരണ ഒരു ബാലന് പ്രാപ്യമായ കാര്യമല്ല. പക്ഷേ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം ആ നഷ്ടം, ആ വിരഹം, ആ വേദന, ആ മുറിവ് ഒക്കെ മാറ്റുവാൻ ശ്രമിച്ചത് ദൈവത്തിൽ അർപ്പിക്കുന്ന തന്റെ നിരന്തരമായ പ്രാർത്ഥന കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ഭക്തിയും വിനയവും എല്ലാത്തിലുമുപരി പരമ്പരാഗതമായ സുറിയാനി ഗാനങ്ങൾ അർത്ഥം നഷ്ടപ്പെടാതെ മനോഹരമായി മറ്റുള്ളവർക്ക് പൂർണ്ണമായും ദൈവസ്നേഹം ലഭിക്കുന്ന വിധത്തിൽ ആലപിക്കുവാനുള്ള കഴിവ് തിരുമേനിയുടെ അമ്മാവനായ ഗീവർഗീസ് മൽപ്പാന്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഞാൻ സഭയുടെ ഒരുപാട് പിതാക്കന്മാരുടെ, കാലം ചെയ്ത ആളുകളുടെയൊക്കെ അനുസ്മരണ പ്രഭാഷണങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. എനിക്കറിയില്ല എത്രത്തോളം ഞാൻ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഗ്രിഗോറിയൻ ടിവിയിൽ തന്നെ എൻ്റെ ഒരുപാട് സംഭാഷണങ്ങൾ കിടപ്പുണ്ട്. പക്ഷെ ഞാൻ പലപ്പോഴും അത് പറയുന്ന സമയത്തും, അതുപോലെ തന്നെ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്തും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആത്മീയതയിലേക്ക് കടന്നു വരാൻ ചില തലതൊട്ടപ്പന്മാർ ആവശ്യമുണ്ട്. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിലെ ചില ഉൾവിളികൾ, അതിനെ കണ്ടെത്തുവാൻ സാധിക്കുന്ന ചില ആളുകളുണ്ട്. അവരാണ് അതിനെ പരിപോഷിപ്പിക്കുന്നത്. അവർ മൂലമല്ല നമ്മൾ ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ തന്നെയും, എന്നാൽ അവർ നമുക്ക് വഴികാട്ടികളായി മാറുന്നു. ഇവിടെ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അമ്മാവൻ ആ മകനെ അല്ലെങ്കിൽ ആ മരുമകനെ ഒരു പുരോഹിതനായി വളർത്തുവാൻ ആഗ്രഹിച്ചു. ആ സ്വഭാവത്തെക്കുറിച്ച് അറിയാവുന്ന കുടുംബാംഗങ്ങൾ, സാധാരണ സന്യാസത്തിനൊക്കെ പോവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഹിന്ദുമതത്തിൽ സന്യാസത്തിന് പോവുക എന്ന് പറയുന്നത് പടിയടച്ച് പിണ്ഡം വെക്കും, പിന്നെ ആ വീട്ടിലേക്ക് പോകാൻ പാടില്ല. പടിയടച്ച് പിണ്ഡം വെക്കുക എന്ന് പറയുന്ന, പിണ്ഡം എന്ന് പറയുന്നത് ഈ ചോറുരുട്ടി ഇങ്ങനെ വെക്കുകയാണ്. മരണം കഴിയുന്ന സമയത്ത്, ഈ ശ്രാദ്ധമൊക്കെ ചെയ്യുന്ന സമയത്താണ്, ആ ചടങ്ങുകളിലാണ് അങ്ങനെയുള്ള കർമ്മം നടക്കുന്നത്. പിന്നെ വീടുമായി യാതൊരു ബന്ധവുമില്ല, ആ ജീവൻ പോവുകയാണല്ലോ. ഇവിടെ ഒരു ക്രിസ്തീയ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ പാരമ്പര്യവാദികളായിരിക്കുന്ന ആളുകളാണെങ്കിൽ തന്നെയും മക്കൾ സന്യാസത്തിലേക്ക് പോകുന്ന സമയത്ത് സന്യാസിമാരായ ആളുകളെ വളരെ ആദരവോടും മാതൃകയോടുമൊക്കെ കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആ അനുഭവം വരുമ്പോഴാണ് നമ്മളൊക്കെ പലപ്പോഴും അതിൽ നിന്ന് പിന്മാറുന്നത്. ഞാൻ ആശ്രമത്തിലേക്ക് വരുന്നത് 1997 അന്ന് ഒരു സിനിമ ഇറങ്ങി, ദേശാടനം എന്ന് പറയുന്ന പടം. ആ സിനിമ കണ്ട് വന്നതിന് ശേഷം എൻ്റെ പിതാവ് എന്നെ ആശ്രമത്തിലേക്ക് വിടാൻ തയ്യാറായില്ല. പിന്നെ അച്ഛനെ ഒളിച്ചാണ് ഞാൻ പോകുന്നത്. അതിൽ ആ കുടുംബത്തിലെ ഒരു പയ്യൻ, ആ കുഞ്ഞിന്, വിജയരാഘവനായിരുന്നു ആ കുഞ്ഞിൻ്റെ അച്ഛൻ, ആ പാരമ്പര്യത്തിൽ, പ്രത്യേകിച്ച് ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെയൊക്കെ പാരമ്പര്യം, അവരുടെ സമൂഹത്തിലുള്ള ആളുകളുടെ എല്ലാവരുടെയും ജാതകം എടുത്തു നോക്കും അവരുടെ ഒരു ഗുരുവിനെ അവരോധിക്കപ്പെടുന്ന സമയത്ത്. എന്നിട്ട് ഏറ്റവും ശുദ്ധമായ ജാതകമെടുത്ത്, സന്യാസത്തിന് യോഗമുള്ള ജാതകമെടുത്തിട്ടാണ് അത് അവരെ തിരഞ്ഞെടുക്കുന്നത്. കുറച്ചാളുകളുണ്ടാവും, അതിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ആ ഗുരു പറയും ഈ ജാതകത്തിലെ ഇയാളെ തിരഞ്ഞെടുക്കാൻ, ഈ കുട്ടിയെ തിരഞ്ഞെടുക്കാൻ. അങ്ങനെയാണ് അതിനെ വളർത്തി 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 പിന്നെ ആ പരമ്പരയുടെ ഏറ്റവും വലിയ ഗുരുവായി ആ കുഞ്ഞു മാറുന്നത്. ഇവിടെ ആ സിനിമയിൽ കാണിക്കുന്നത് മകൻ സന്യാസത്തിന്
ആ പരമ്പരയിലുള്ള, ആ പാരമ്പര്യത്തിലുള്ള, ജാതിയിലുള്ള ആളുകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ അച്ഛൻ്റെയും അമ്മയുടെയും അതിവൈകാരികമായ ആ വേദനയുടെ ആ ദുഃഖമാണ് ആ സിനിമയിൽ കാണിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങളെയൊക്കെ ആശ്രമത്തിലേക്ക് അച്ഛനമ്മമാർ വിടാതിരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇവിടെ ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിലെ വ്രതനിഷ്ഠ, അവൻ്റെ പ്രാർത്ഥന, അവൻ്റെ ദൈവത്തോടുള്ള അദമ്യമായ ആഗ്രഹം, ദൈവത്തോടുള്ള നിരന്തരമായ അപേക്ഷ, അതൊക്കെയാണ് ഈ തിരുമേനിയെ സന്യാസ ജീവിതത്തിലേക്ക് വീട്ടുകാർ സമർപ്പിക്കുകയായിരുന്നു. വലിയ അത്ഭുതകരമായ കാര്യമാണ്. എന്നെയും പരിമല തിരുമേനിയും കൂടി, ഞങ്ങൾ സന്യാസത്തിന്റെ പാതയിലൂടെ നടക്കുന്ന ആളുകളാണ്. ഇവിടെ ഇരിക്കുന്ന തിരുമേനിയും സന്യാസിയാണ്. എന്നെയും പരിമല തിരുമേനിയും ഒക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു കടലിനെയും ഒരു കപ്പ് വെള്ളത്തെയും പോലെ ഇരിക്കും. തിരുമേനി എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ വലിയ കടലാണ്. നമ്മളെപ്പോലെയുള്ള ആളുകൾ ആ ജ്ഞാനസാഗരത്തിന് മുമ്പിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആളുകളാണ്. ലോകത്തിലെ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയതിനു ശേഷം ഐൻസ്റ്റീൻ കടലിന്റെ മുമ്പിൽ പോയി നിന്ന് പറയുകയുണ്ടായി, ദൈവമേ, ഈ ലോകത്തിൽ ഞാൻ കണ്ടുപിടിക്കാത്തതായി എത്രയോ വലിയ സത്യങ്ങളുണ്ട്. എൻ്റെ ഈ പറയുന്ന മസ്തിഷ്കത്തിന് ഗോചരമല്ലാത്ത എത്രയോ വലിയ വലിയ കാര്യങ്ങൾ. അവതീർണമായ ദൈവ അനുഗ്രഹത്തിന്റെ ജ്ഞാനസാഗരം ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിൽ ജീവിച്ചു എന്ന് പറയുന്നത്, പരിമല എന്ന് പറയുന്ന പ്രദേശം അതിന്റെ കർമ്മഭൂമിയായി സാക്ഷ്യം വഹിച്ചു എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ജീവിച്ച നമ്മുടെയൊക്കെ ഭാഗ്യമാണ്. മഹാന്മാരായ ഗുരുക്കന്മാരുടെ കാലഘട്ടത്തിലോ അതിനിടയ്ക്കോ അതിനനുസരിച്ചോ അതിന്റെ സമീപകാലത്തോ ഒക്കെ ജീവിക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരായ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഭാഗ്യ അതിരേകമായ കാര്യമാണ്. 10 വയസ്സുള്ള സമയത്താണ് മലങ്കര മെത്രോപ്പൊലീത്ത മാത്യൂസ് മാർ അത്തനാസിയസിൽ നിന്നും കരിങ്ങാച്ചിറയിലെ സെന്റ് ജോർജ് സിറിയൻ കത്തീഡ്രലിൽ വെച്ച് ഗീവർഗീസ് പട്ടത്തിനായി നിയോഗിക്കപ്പെട്ടു. 10ാമത്തെ വയസ്സിൽ. നമ്മളൊക്കെ സന്യാസ ജീവിതത്തിലേക്കൊക്കെ പ്രവേശിക്കുന്നത് തിരിച്ചറിവുണ്ടാകുന്ന സമയത്താണ്. സാധാരണമായ മനുഷ്യന്റെ തിരിച്ചറിവുകൾക്കപ്പുറം ദൈവത്തിന്റെ തിരിച്ചറിവാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് സ്വയം തിരിച്ചറിഞ്ഞ ആ മഹാനായ ഗുരു താൻ എന്തിനാണോ ബാല്യകാല ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത്, പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം കൊടുത്തതെങ്കിൽ ആ തീരുമാനം ഏറ്റവും അർത്ഥവത്താകുന്ന കാഴ്ചയാണ് പിന്നീടുള്ള കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. സന്യാസ ആശ്രമത്തിന്റെ നിശബ്ദതയിൽ ദൈവത്തോടുള്ള ആ മഹാനുഭാവന്റെ ബന്ധം ഏറ്റവും കൂടുതൽ ദൃഢമായി. നിമിഷങ്ങളല്ല, മണിക്കൂറുകളാണ് എപ്പോഴും അദ്ദേഹം പ്രാർത്ഥനയ്ക്കായി മാറ്റിവെച്ചത്. ഒരിരിപ്പിരുന്നാൽ 7, 8, 9, 10 മണിക്കൂർ വരെ ആ ധ്യാനത്തിന്റെ നിശ്ചലതയിൽ ഇരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ധ്യാനമെന്ന് പറയുന്നത്, പ്രാർത്ഥനയെന്ന് പറയുന്നത് അദമ്യമായ ദൈവത്തിന്റെ കൃപാകടാക്ഷങ്ങളുമായി ഒരു മനുഷ്യന്റെ മനസ്സ് ഇഴുകിച്ചേരലാണ്. നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സാധിക്കുകയില്ല. ദൈവദർശനത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാനങ്ങളിൽ അദൃശ്യനായ ദൈവത്തിന്റെ പ്രകാശ ശക്തിയുമായി നമ്മുടെ ജീവിതത്തിന്റെ ചെറിയ വെളിച്ചം ഇങ്ങനെ ലയിച്ചു ചേരുമ്പോൾ അവിടെ അവതീർണമായ പ്രകാശത്തിന്റെ വിസ്ഫോടനങ്ങൾ ഉണ്ടാകും. ആ വിസ്ഫോടനങ്ങളുമായി ഒരു ഗുരു ചേരുമ്പോൾ അത് പ്രപഞ്ചത്തിന്റെ ആത്യന്തികമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. ഇവിടെ കടന്നുവരുന്ന അനേകായിരങ്ങളായ ആളുകളുടെ വേദനകളുടെയും ദുഃഖത്തിന്റെയും നൊമ്പരത്തിന്റെയും മുറിവുകളുടെയും ഒക്കെയാ ജീവിത വഴികളിൽ ഇങ്ങനെ വെളിച്ചം പകരുവാൻ സ്വന്തം ജീവിതത്തിൽ വെളിച്ചം നേടിയ ആളുകൾക്ക് മാത്രമേ കഴിയൂ. സാധാരണക്കാരനായി നമ്മുടെ ഇടയിൽ ജീവിച്ച, നമ്മുടെ മുൻഗാമിയായി ജീവിച്ച, 2500 വർഷങ്ങൾക്ക് ജീവിച്ച
ആളായിരുന്നു ഗൗതമ ബുദ്ധൻ. ഒരു സിദ്ധാർത്ഥ രാജകുമാരൻ, ഒരു രാജാവിന്റെ മകനായി ജനിച്ച് രാജകുമാരനായി ജീവിച്ച് കല്യാണമൊക്കെ കഴിച്ച് ഇരിക്കുന്ന സമയം ഒരു ദിവസം ഒരു ഉൾവിളിയുണ്ടായി. നേരെ ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ പോയിരുന്നപ്പോൾ അദ്ദേഹത്തിന് ജ്ഞാനമുണ്ടായി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കണ്ടിരിക്കുന്ന സന്യാസിമാരായ ആളുകൾ, അപ്പോസ്തലന്മാരായ ആളുകൾ, പ്രവാചകന്മാരായ ആളുകൾ ഒക്കെ അവരുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിലാണ് ദൈവത്തിന്റെ വെളിച്ചമുണ്ടാകുന്നത്. പ്രൊഫറ്റ് മുഹമ്മദ് ഒരു സാധാരണക്കാരനായ മനുഷ്യനായി ജീവിച്ച് കച്ചവടക്കാരനായി മാറി വിവാഹിതനായി ജീവിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു പർവ്വതത്തിന്റെ മുകളിൽ ചെന്ന സമയത്ത് അദ്ദേഹത്തിന് ദൈവവിളിയുണ്ടായി. ആകാശത്തിൽ ദൈവത്തിന്റെ വാക്കുകൾ ഇങ്ങനെ എഴുതി കാണിക്കുവാൻ തുടങ്ങി. അപ്പോൾ ആ നിഷ്കളങ്കനായ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് വായിക്കുവാൻ അറിഞ്ഞുകൂടാ. ദൈവത്തിന്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അതിനെയാണ് ജ്ഞാനം. ഇപ്പൊ ജ്ഞാന തപസ്സി എന്ന് പറയുന്ന ഒരു വാക്ക് യഥാർത്ഥത്തിൽ നമ്മളെപ്പോലെയുള്ള ആളിന് ചേർന്നൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ജ്ഞാനത്തിന്റെ അത്യഗാധതകളിൽ ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയുന്ന ആളുകൾ, തപസ്സുകൊണ്ട് ജീവിതത്തെ സാംശീകരിച്ചെടുക്കുവാൻ കഴിയുന്ന ആളുകളെയാണ് ജ്ഞാനത്തിന്റെ തപസ്വികൾ എന്ന് പറയുവാൻ സാധിക്കുക. അങ്ങനെയുള്ള ജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ തപസ്സികളിൽ ഒരാളായിരുന്നു യഥാർത്ഥത്തിൽ പരിമല തിരുമേനി. പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിന്റെ ശ്വാസം എന്ന് തിരുമേനി നമ്മളോട് പറയുകയുണ്ട്. ദൈവവുമായി സംവേദന ബന്ധം പുലർത്തുന്ന ആളുകൾക്ക് ചില സൂചനകളൊക്കെ ലഭിക്കാറുണ്ട്. അത് രോഗിയോ ആരോഗ്യവാനോ ഒക്കെ ആയിക്കോട്ടെ, അവരുടെ ആത്മാവിന്റെ ചലനത്തിലൂടെ മറ്റൊരാളുടെ വേദനയെ മനസ്സിലാക്കുവാനുള്ള അറിവ്, കഴിവ് ലഭിക്കുന്നു. തിരുമേനിയുടെ മനക്കാഴ്ചകൾ, ഒരാളെ കാണുന്ന സമയത്ത് അയാളുടെ ഉള്ളിലിരിക്കുന്ന കാര്യമെന്താണ്, അയാളുടെ രോഗമെന്താണ്, അയാളുടെ ദുഃഖമെന്താണ്, അയാളുടെ സങ്കടം എന്താണെന്ന് തിരിച്ചറിയുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഇല്ല എങ്കിൽ ഒരാൾ ഈ ഭൂമുഖത്ത് നിന്ന് മനുഷ്യരായി നമ്മളെപ്പോലെ ജീവിച്ചതിന് ശേഷം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇത്ര വലിയ നിബിഡമായി ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുകയില്ല. ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അത്ഭുതങ്ങൾ കാട്ടിയ മഹാനായ പ്രവാചകൻ. നിരവധി കുടുംബങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ജീവിതം ആശ്വാസമായി മാറി. തിരുമേനി പ്രാർത്ഥിച്ചാൽ മറ്റുള്ളവർക്ക് സൗഖ്യം പകരുന്നത് കണ്ടും കേട്ടും അറിഞ്ഞ ആളുകൾ അദ്ദേഹത്തെ ദൈവതുല്യനായി കാണുവാനും ആരാധിക്കുവാനും സ്നേഹിക്കുവാനും തുടങ്ങി. ദരിദ്രരോടും രോഗികളോടും ഉള്ള തിരുമേനിയുടെ സമീപനമെന്ന് പറയുന്നത്, സ്നേഹമെന്ന് പറയുന്നത് എപ്പോഴും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രകടമായിരുന്നു. പാവപ്പെട്ടവർക്കു വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുവാനും ആശ്വസിപ്പിക്കുന്നതിനും അദ്ദേഹം സമയം കണ്ടെത്തുകയുണ്ട്. ഏതൊരു പ്രതിസന്ധിയിലും ആശ്രയത്വത്തിനായി ആളുകൾ അദ്ദേഹത്തെ നിരന്തരമായി സമീപിച്ചുകൊണ്ടിരുന്നു. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവാൻ വേണ്ടി തിരുമേനി മധ്യസ്ഥം വഹിക്കണമെന്ന് സാധാരണക്കാരായ ജനങ്ങൾ ആഗ്രഹിച്ചു. അതിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നും അവർ വിശ്വസിച്ചു. സത്യവും സന്മാർഗവും വിശ്വാസവും ഭക്തിയും പരസ്പര ബഹുമാനവും ഇതൊക്കെ വളർത്തുന്നതിൽ പ്രാർത്ഥനയുടെ പങ്കിനെക്കുറിച്ച് പ്രാർത്ഥന യോഗങ്ങളിൽ അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. പ്രാർത്ഥനയുടെ തിരുമേനിയായിട്ടാണ്, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. തിരുമേനിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇവിടെ വന്ന് സംസാരിക്കുന്ന സമയത്തും തിരുമേനി കേരളീയമായ നവോത്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ കേരളത്തിന്റെ സാമൂഹികമായ നവോത്ഥാന നായകന്മാരെക്കുറിച്ച് പറയുമ്പോൾ, ഗുരുക്കന്മാരെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും എടുത്ത് സൂചിപ്പിക്കേണ്ടുന്ന ഒരു വ്യക്തിയാണ് എന്ന് തിരുമേനി എന്ന് നമുക്കറിയാം. പക്ഷേ
എന്തുകൊണ്ടോ ഇങ്ങനെയുള്ള ആളുകളെ ചരിത്രത്തിന്റെ ഭാഗമാക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായ ഒരു വസ്തുത കൂടിയാണ്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസമായ പരിഷ്കരണത്തെക്കുറിച്ചും മറ്റു പ്രവർത്തനത്തെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചുമൊക്കെ വാചാലമായി സംസാരിക്കാൻ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് കഴിയും. പക്ഷെ ഞാൻ എപ്പോഴും തിരഞ്ഞെടുത്തിട്ടുള്ളത്, എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ജീവിതം തന്നെയാണ്. തിരുമേനി പലപ്പോഴും പ്രകൃതിയുടെ സാമീപ്യത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിച്ചു, അതിന്റെ സൗന്ദര്യം ഇഷ്ടപ്പെടുവാൻ ആഗ്രഹിച്ചു. നമ്മുടെ അധ്യക്ഷന്റെ കാര്യം പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെയും ജീവിതമെന്ന് പറയുന്നത് നേരത്തെ സ്വാഗത പ്രസംഗം അതിലേക്ക് സൂചിപ്പിക്കുകയുണ്ട്. അധ്യക്ഷനുമായി ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കുവാൻ അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ട് എന്നെ കണ്ട സമയത്ത് അദ്ദേഹം ശാന്തിഗിരി ആശ്രമത്തിലെ ഹെർബൽ ഗാർഡനെ കുറിച്ചാണ് ചോദിച്ചത്. ശാന്തിഗിരി ആശ്രമത്തിന്റെ മറ്റു പ്രവർത്തനത്തെക്കുറിച്ചല്ല അദ്ദേഹം ആദ്യം എന്നോട് ചോദിച്ചത്. അപ്പൊ പ്രകൃതിയെ സ്നേഹിക്കുവാൻ സാധിക്കും, പ്രകൃതിയോട് ഇണങ്ങി ചേരുവാൻ സാധിക്കും. ഈ ഗംഗ പോലെ ഒഴുകുന്ന ഈ പമ്പാ നദിയുടെ തീരത്ത് ഇവിടെ അദ്ദേഹം ജീവിക്കുവാൻ ആഗ്രഹിച്ചതും തന്റെ കർമ്മഭൂമി ഇവിടെ കെട്ടിപ്പടുത്തതിനും പിന്നിൽ മറ്റൊരു കാരണമായിരുന്നില്ല, അത് പ്രകൃതിയോടുള്ള ഏറ്റവും ഉദാത്തമായ സ്നേഹമായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു വരുന്ന സമയത്ത് നമ്മുടെ സ്വാഗത പ്രസംഗനും ഇവിടുത്തെ ഫാദറും പറയുകയുണ്ടായി, പണ്ടൊന്നും ഇതുപോലെ ആയിരുന്നില്ല ഈ പ്രദേശം. എന്നും ഏതൊക്കെ മഴ പെയ്യുമ്പോഴും വലിയ പ്രളയമായി മാറുന്ന ഇടമായിരുന്നു യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ. കുടിലുകളിൽ പോലും വെള്ളം കയറുന്ന ആ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലൊക്കെ ഇവിടെ ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ അകപ്പെടുന്ന ആളുകൾക്ക് ആശ്വാസം പകരുവാൻ അദ്ദേഹത്തിന്റെ മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് വളരെ വലിയ കഴിവുണ്ടായിരുന്നു. അതിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമാണ്. ഞാൻ വിശാലമായി സംസാരിക്കുന്നില്ല. അതിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമാണ് ഇന്നും തിരുമേനിയുടെ ഖബറടക്കത്തിൽ പ്രാർത്ഥനയുമായി എത്തുന്ന ജനലക്ഷങ്ങൾ. അദ്ദേഹം 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ തങ്ങളുടെ ദുരിതം തീർക്കുവാൻ ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകൾ, ഓരോ ആഘോഷത്തിന്റെ സമയത്തും ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിനായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നു. അത് ഒരു മനുഷ്യനോടുള്ള ദൈവത്തിന്റെ കരുതലാണ്. തന്നെ സ്വയം സ്വീകരിച്ച തന്റെ ശിഷ്യനെ തന്നോളം എത്തിച്ച് നിത്യനായി മാറ്റിയ ദൈവപുത്രന്റെ അസാധാരണമായ കരുതൽ. തിരുമേനി ജീവിച്ചിരിക്കുന്ന കാലവും ഇന്നത്തെ കാലവും തമ്മിൽ ഗജാന്തര വ്യത്യാസമുണ്ടായിരുന്നു. നമുക്കറിയാം, ജാതി വ്യവസ്ഥയും അനാചാരങ്ങളും ദുരാചാരങ്ങളും അസമത്വവുമൊക്കെ കൊടികുത്തി വാണിരുന്ന ആ കാലത്ത് ഉന്നത കുലജാതരായ ആളുകളും താഴ്ന്ന ജാതിക്കാരുമെന്നുള്ള വേർതിരിവുണ്ടായിരുന്ന കാലഘട്ടത്തിൽ, ജോലിയുടെ അടിസ്ഥാനത്തിൽ ജാതി കണക്കാക്കിയിരുന്ന കാലഘട്ടത്തിൽ, താഴ്ന്നവരായ ആളുകൾക്ക് വിദ്യാഭ്യാസം പോലും നിഷേധിക്കുന്ന കാലഘട്ടത്തിൽ, സഞ്ചാര സ്വാതന്ത്ര്യം നിഷിദ്ധമായിരുന്ന കാലഘട്ടത്തിൽ തന്റെ ദർശനത്തെ സാധാരണക്കാരുടെ ജീവിതവുമായി സമന്വയിപ്പിച്ച് സമരസപ്പെടുത്തി ദൈവത്തിന്റെ ലൗകികതയും അതിന്റെ പ്രകാശവും ജീവനുമായുള്ള കാര്യങ്ങളെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനങ്ങളുടെ ജീവിതത്തിലേക്ക് സമന്വയിപ്പിച്ച് മനുഷ്യരെ സമൂഹത്തിൽ ഉയർത്തുവാൻ ആ മഹാമനീഷി നടത്തിയ ശ്രമങ്ങൾ ചരിത്രത്തിന്റെ ഏറ്റവും പുഷ്കലമായ കാലമാണ്. അത് നമ്മുടെ ഇടയിൽ ആ ഓർമ്മ, ആ മധുരമായ സ്മരണകൾ എന്നും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു. അവിടുത്തെ കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ എത്തിച്ചേരുന്ന ജനലക്ഷങ്ങൾക്ക് അവരുടെ വേദനകൾ, അവരുടെ ദുഃഖങ്ങൾ, അവരുടെ നൊമ്പരങ്ങൾ, അവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ മുറിവുകൾ ഒക്കെ
മാറിത്തീരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേക ലക്ഷങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്കറിയാം. ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസികൾ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഈശ്വര വിശ്വാസികൾ ഒന്നടങ്കം, ഈ മലയാളികൾ ഒന്നടങ്കം, ഒരുപക്ഷെ അതിനുമപ്പുറം ഇങ്ങനെയുള്ള തീർത്ഥാടന സമയത്ത് പ്രാർത്ഥന നിർഭരരായിരിക്കുന്നു. ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും ലോകത്തിന്റെ വിദൂരമായ കോണുകളിലിരിക്കുന്ന ആളുകൾക്ക് ഈ സമയങ്ങളിൽ ഇവിടെ എത്തിച്ചേരുവാൻ സാധിച്ചെന്ന് വരികയില്ല. നിറമിഴികളോടെ പലപ്പോഴും അവരിങ്ങനെയുള്ള പ്രാർത്ഥനയെ കാണുന്നു, ദൈവത്തെ ഓർക്കുന്നു. എല്ലാവരോടുമുള്ള സ്നേഹാദരങ്ങൾ അറിയിച്ചുകൊണ്ട് ശ്രീ ബിജു ഉമ്മൻ, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, അദ്ദേഹമാണ് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നത്. ഓർത്തഡോക്സ് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വളരെ കൃത്യമായ രീതിയിൽ നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ 2 ആഴ്ചയ്ക്ക് മുമ്പ് അദ്ദേഹത്തെ വിളിച്ചൊരു കാര്യം ചോദിച്ചിരുന്നു. കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് കേരളത്തിന്റെ നവോത്ഥാന പ്രക്രിയയെ പ്രചോദിപ്പിച്ച വ്യക്തികളെക്കുറിച്ചൊരു പുസ്തകം ഇറക്കും. അപ്പൊ എന്റെ മനസ്സിൽ എന്നെയും അതിന്റെ ഒരു ചുമതലക്കാരനായിട്ട് ഗവൺമെന്റ് സാംസ്കാരിക വകുപ്പ് തീരുമാനിക്കുകയുണ്ട്. അപ്പൊ എന്നോട്, ഞാനൊരു മതേതര പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടത്തുന്നതുകൊണ്ട് എന്നോട് പറഞ്ഞു, മറ്റുള്ള മതങ്ങളിലെ ആളുകളെയും അതിലേക്ക് ഉൾപ്പെടുത്തണം. അപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഓർമ്മ വന്നത് അഡ്വക്കേറ്റ് ബിജു ഉമ്മന്റെ പേരാണ്. അദ്ദേഹത്തെ ഞാൻ വിളിച്ചു ചോദിച്ചു. അതേ ഒരു ശ്രേണി തന്നെ, ഒരുപാട് മഹാന്മാരായി സഭയിൽ ജീവിച്ചു വാണരളിയ ഒരുപാട് പേരുകൾ എന്നൊക്കെ പറഞ്ഞു തരികയുണ്ടായി. ഞാനത് അതുപോലെ തന്നെ ഗവൺമെന്റിൽ കൊടുക്കുകയുണ്ടായി. എല്ലാ തരത്തിലുള്ള ആദരവുകളും ഈ അവസരത്തിൽ എല്ലാവരോടും അർപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും തിരുമേനിയുടെ ഒക്കെ ഒപ്പം ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ വലിയ ഭാഗ്യമാണ്. എല്ലാ ആദരവുകളും നേരുന്നു, എല്ലാ പ്രാർത്ഥനകളും നേരുന്നു. നന്ദി, നമസ്കാരം.